ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ, റഷ്യ, ചൈന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം റഷ്യക്ക് ഇന്ത്യയോടുള്ള കഴിഞ്ഞ ദിവസത്തെ സമീപനം, പുടിൻ നരേന്ദ്രമോദിയോടുള്ള സമീപനം, ചൈനയുടെ ഒരു വലിയ വെല്ലുവിളി, പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്പം ഗോവിന്ദൻ, അതായത് ഇവിടത്തെ ഗോവിന്ദന് പകരം അവിടെയുള്ള കായ്ക്കി എന്ന് പറയുന്ന വ്യക്തിയെ നരേന്ദ്രമോദി പോയി കണ്ടത്. അതായത് തലൈവനെ അല്ല, തലൈവന്റെ തലൈവനെയാണ് മോദി പോയി കണ്ടത്. അത് വലിയ രീതിയിലുള്ള ചർച്ചയായി ഞാൻ കണ്ടില്ല കേട്ടോ ഒന്നിലും. ഇന്നലെ ബിജുചേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്ന് പോയി നോക്കി. ഇയാൾ വലിയ സംഭവമാണ് ഇയാൾ അവിടുത്തെ. നാളെ ഷീ ജിൻപിങ് മാറിയാലും ഇയാൾ പറയുന്നത് പോലെയാണ് അവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോ തലൈവനല്ല. ഇപ്പൊ ലൂസിഫറിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഡേയ് മയിൽവാഹനം ഞാൻ തലയല്ലടാ തല എടുക്കറവൻ എന്ന് പറഞ്ഞതുപോലെയാണ് നരേന്ദ്രമോദി ആ മൂവ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസർബൈജാന്റെ ചിരകാല അഭിലാഷമായിരുന്നു SCOയിൽ ഒരു പെർമനന്റ് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. ഒരു വീറ്റ് ഓടിച്ച് കൈ കൊടുത്ത് പോർട്ടുഗൽ എന്ന് പറഞ്ഞ് പുറകെ ഇറങ്ങിപ്പോയി. തുർക്കി പ്രസിഡന്റ് ആയിട്ടുള്ള എർദോഗനെ നരേന്ദ്രമോദി കണ്ടപ്പോൾ അയാളുടെ തോളിലൊന്ന് തട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. കൊലച്ചിരിയാണോ എന്ന് അറിയില്ല. എർദോഗൻ അത് കണ്ടിട്ട് ഒന്ന് കുമ്പിട്ടു. ഓക്കെ ഫൈൻ. കഴിഞ്ഞ ദിവസം ലോകമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് 45 മിനിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായിട്ടുള്ള ചർച്ചയാണ്. കാറിനകത്ത് വെച്ചായിരുന്നു ആ ചർച്ച നടന്നത്. 60 മിനിറ്റ് ബൈലാറ്ററൽ ടോക്സ് നടന്നു. അതിനുശേഷം റഷ്യൻ മാധ്യമങ്ങൾ വളരെയേറെ ആശ്ചര്യത്തോടു കൂടി ചർച്ച ചെയ്തത് പുടിൻ 10 മിനിറ്റ് നരേന്ദ്രമോദിക്കായി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു സെക്കൻഡ് പോലും ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ് വ്ളാഡിമിർ പുടിൻ. നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇതിന്റെ കൂട്ടത്തിൽ ലുലാഡി സിൽവ ഇൻസ്റ്റാഗ്രാമിൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതിനെല്ലാത്തിനും ശേഷം പിന്നെ നമ്മുടെ ചൈന, അത് പറയാതെ പോകാൻ പറ്റില്ല. ചൈന അമേരിക്കയെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്നാണ് ചൈന കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ശേഷം നരേന്ദ്രമോദി ഇന്ന് തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഇതിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അമേരിക്കയിൽ നിന്ന് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. ട്രംപ് ശരിക്കും വരണ്ടു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ വരെ ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള നവാറോ എല്ലാം ഇന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. ഇയാൾ ഇന്നലെ വരെ ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ബ്രാഹ്മണന്മാരാണ് ഇന്ത്യയിൽ ആധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് പറയുന്നത് ഇന്ത്യ തിരിച്ചു വരണം, US-ഉമായിട്ടുള്ള ടൈസ് ഇന്ത്യ ഒരിക്കലും ഉപേക്ഷിക്കരുത്, നമുക്കാണ് ഹൈ വാല്യൂ ഉള്ളത്, നിങ്ങൾക്കും അതേ ഹൈ വാല്യൂ ഉണ്ട്, റഷ്യയും ചൈനയ്ക്കൊന്നും ആ വാല്യൂ ഇല്ല, നിങ്ങളുമായിട്ട് കൂട്ടുകൂടാനുള്ള ഒരു ആഠ്യത്വം ആഡംബരമൊന്നും അവർക്കില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുള്ളിവൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, അയാൾ പറഞ്ഞിരിക്കുന്നത് ട്രംപ് അമേരിക്കയെ നശിപ്പിച്ചു എന്നാണ്. അയാൾ അതിന് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം നടത്തുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അയാൾ കഴിഞ്ഞ ദിവസം ഈ RIC ട്രോയ്ക്കയെ കുറിച്ച് സംസാരിച്ച ശേഷം അയാൾ പറയുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അമേരിക്കക്കാർ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അമേരിക്കയിൽ വലുതായിട്ട് വിലക്കയറ്റം ഉണ്ടാവുകയാണ്. കാരണം പാകിസ്ഥാനും ട്രംപിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പോയി ട്രംപ് കുടുംബത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിൽ കച്ചവടവും കരാറുകളും സ്ഥാപിച്ചു. അമേരിക്കയ്ക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുമായി ഇപ്പോൾ തെറ്റിപ്പിരിയേണ്ടി വന്നത്. പാകിസ്ഥാൻ അമേരിക്കയെ ഹൈജാക്ക് ചെയ്തു, അല്ലെങ്കിൽ ട്രംപിനെ ഹൈജാക്ക് ചെയ്തു എന്ന ധ്വനിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വളരെ കൊല്ലമായിട്ട് കൊണ്ടുവന്നൊരു ബന്ധമാണ് ഇത്, ഇന്ത്യയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ കൂടെയും റഷ്യ ഇന്ത്യയുടെ കൂടെയും ഇവർക്കിടയിൽ ചൈനയും കൂടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ അന്ത്യമാണിത് എന്ന് ട്രംപ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനിടയിൽ വന്നൊരു വാർത്ത, താരിഫിന്റെ കാര്യം നമുക്ക് പുനഃപരിശോധിക്കാം എന്ന് പറയുന്നുണ്ട്. സത്യമാണോ താരിഫിന്റെ കാര്യം പുനഃപരിശോധിക്കാം എന്ന് പറയുന്നത്? അതേ നാളെ അവന്മാർ വീണ്ടും മാറ്റി പറയൂ, എന്താ തോന്നുന്നു? അല്ല, ഇതിപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. ട്രംപ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ താരിഫ് പുനഃപരിശോധിക്കുന്ന കാര്യം ട്രംപ് പറയുന്നില്ല. ഒന്നാമത്തെ, അദ്ദേഹം ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് അവിടുത്തെ മരുന്നുകളുടെ തീരുവ 200% വർദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏറ്റവും വലിയ കൗതുകം എന്തെന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ ജനറിക് മരുന്നുകളുടെ എല്ലാം 90% വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പൊ ഇതിനൊരു 25-50% താരിഫ് ഉയർന്നാൽ പോലും അത് ഈ വരുമാനം താഴ്ന്നവരെയും പ്രായമുള്ളവരെയും ബാധിക്കും എന്നാണ് അവിടുത്തെ പല വിദഗ്ധരും പറയുന്നത്. അപ്പൊ ഈ മരുന്നിന് ഷോർട്ട്, കാരണം ഇപ്പോൾ അവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് ഈ മരുന്നുകളെല്ലാം എത്തുന്നത്, 0 താരിഫിലുമൊക്കെയാണ് ഒരുപാട് മരുന്നുകൾ എത്തുന്നത്. ട്രംപ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യ, ചൈന, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ്
കമ്പനികൾ തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ അങ്ങനെ ഉള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വില കുറച്ച് വിൽക്കാൻ കഴിയില്ല, ഉൽപ്പാദന ചെലവ് കൂടുതലാണ്. അമേരിക്കയിൽ നിർമ്മിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ വലിയ വിലയുള്ള മരുന്നുകളുമാണ്. അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഇന്ത്യയിലടക്കം വന്ന് വളരെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്, വന്ന് അവരുടെ പ്രൊഡക്ഷൻ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ പറയുന്നത് 200% വരെ ഞാൻ താരിഫ് ഈ ഫാർമസ്യൂട്ടിക്കൽ രാജ്യങ്ങൾക്ക് ഇവിടെ ഇറക്കുമതി. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇറക്കുമതിയിൽ ഒന്ന് നമുക്കത് ബാധിക്കും. ഇറക്കുമതിയിൽ അതായത് 6% നമ്മൾ അമേരിക്കയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ 6%. അത് അവരുടെ ടോട്ടൽ ഈ എന്താ പറയുക മെഡിസിൻ ഇറക്കുമതി ചെയ്യുന്നതിന്റെ 6% നമുക്കുണ്ട്. അതൊരു ചെറിയ കാര്യവുമല്ല. അപ്പം അത് ഉൾപ്പെടെ ഈ താരിഫ് ചുമത്തുമെന്നാണ്. പക്ഷെ അങ്ങനെ താരിഫ് ചുമത്തുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്ന അമേരിക്കൻ ജനതയ്ക്ക് തന്നെയാണ്. കാരണം അവർക്ക് ഈ ഒരു മരുന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പക്ഷെ നമുക്ക് ഭക്ഷണം ഒരു പക്ഷേ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുമായിരിക്കാം, പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട മരുന്നുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കമ്പനി കുറച്ചാൾ മുമ്പ് പൂട്ടിയിട്ടു ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അവർക്ക് ഈ കീമോയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി അമേരിക്കയിൽ. അതൊരു എക്സാമ്പിൾ ആണത്. കാരണം ഈ വില കുറഞ്ഞ ഈ കീമോയ്ക്കുള്ള മെഡിസിൻസ് എത്താതായിപ്പോയി. കമ്പനി പൂട്ടിയത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ്, അത് ഈ താരിഫായിട്ട് ബന്ധമുള്ളതൊന്നുമല്ല, അതിന് മുമ്പ് സംഭവിച്ചതാണ്. അന്ന് തന്നെ അമേരിക്കയിൽ ഉള്ളവർ പറഞ്ഞിരുന്നു ഇത് ശരിയാകത്തില്ല, അത് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇപ്പൊ ട്രംപ് ഇപ്പൊ ഇതിന് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ഉയർന്നു വരും, 200% താരിഫ് ചുമത്തി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം വരും. അതിനും ഒരു സൊല്യൂഷൻ ട്രംപ് കണ്ടെത്തുന്നുണ്ട്. ട്രംപ് പറയുന്നത് 1.5 വർഷത്തിന് ശേഷമേ ഞാനിത് പ്രഖ്യാപിക്കൂ. കാരണം ഈ 1.5 വർഷം കൊണ്ട് അമേരിക്കയിലുള്ള എല്ലാ ഫാർമസ്യൂട്ടിക്കൽ രംഗക്കാരും മാക്സിമം മരുന്ന് വാങ്ങി ശേഖരിക്കുക. മാക്സിമം അതാണ് പുള്ളിയുടെ പ്ലാൻ. മാക്സിമം മരുന്ന് വാങ്ങി ശേഖരിച്ചതിന് ശേഷം താനിത് പ്രഖ്യാപിക്കുമാകുന്ന പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, മരുന്നില്ലായ്മ, കൂടുതൽ വില, ഇതിനെ മറികടക്കാൻ അത് ഉപകരിക്കും. കാരണം സ്റ്റോക്ക് ഒരുപാടുണ്ടെങ്കിൽ 1-2 മാസത്തേക്കോ ഇല്ല 3 മാസത്തേക്കോ 6 മാസം വരെ പിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് ഒരു കാര്യം. ഇത് അവിടെ ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ്. ട്രംപ് ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നു, ട്രംപിന് അധികാരമില്ല ഈ തീരുവ ചുമത്താനെന്ന്. സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് അപ്പീൽ പോകാൻ പറ്റും. പക്ഷെ അവിടെ അതിനകത്തുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ട്രംപിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് വേറൊരു അധികാരമുണ്ട് അമേരിക്കയിൽ. അതായത് സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വന്തം ഭരണകൂടത്തിന് ഇഷ്ടത്തിന് താരിഫ് 5 മാസത്തെ വാലിഡിറ്റി ഉള്ളു. ആ വകുപ്പ് പ്രകാരം അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. 5 മാസം കൂടുമ്പോൾ ഈ താരിഫ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈ 50% താരിഫ് ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി 5 മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് പാസ്സാക്കണം. വീണ്ടും അത് ഭരണാധികാരിക്ക് അത്രയും മാത്രമേ പറ്റൂ. താരിഫ് ചുമത്താൻ പറ്റില്ല എന്നാണ് അവിടുത്തെ ഭരണഘടന നിയമമൊക്കെ പറയുന്നത്. ഏതായാലും അത് എവിടം വരെ എത്തുമെന്നറിയില്ല. പക്ഷെ ഇവിടെ ട്രംപിനെ ഇപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ അല്ല. കാരണം അത് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു റിലേഷനാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഇതിപ്പോ പുതിയ നീക്കങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് നമ്മളും റഷ്യയുമായിട്ടൊരു സെമി കണ്ടക്ടർ ചിപ്പുകളും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെമി കണ്ടക്ടർ ചിപ്പുകളല്ല, SU-57 5th ജനറേഷൻ വിമാനം സംയുക്തമായി നിർമ്മിക്കാവുന്ന ഒരു കരാറിന്റെ രൂപത്തിൽ എത്തിയിരുന്നു. ഇതൊക്കെ നമ്മൾ ജനം അറിയണം. ഇതൊക്കെ നരേന്ദ്രമോദി കയറുന്നതിന് മുമ്പ് അങ്ങനെ ഇന്ത്യയോട്ട് വരികയും പിന്നീട് ആ കരാറിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ആ കരാർ നടപ്പാകാതെ പോവുകയും ചെയ്തു. ഇപ്പോഴെന്താണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്? SU-57 ഇന്ത്യയിൽ നിർമ്മിക്കുക. ഇപ്പൊ നാസിക്കിൽ ഓൾറെഡി അവരുടെ ഈ തേജസ് വിമാനങ്ങളുടെയും സുഖോയ് വിമാനങ്ങളുടെയും മറ്റുമൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് SU-57 നിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇന്ത്യയിൽ തന്നെ അതിന്റെ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ നിർമ്മിക്കുന്ന വിവിധ കമ്പനികളുണ്ട് റഷ്യയുടെ കൂടെ സഹകരണത്താൽ എന്ന് ഇപ്പോഴാണ് നമ്മളത് അറിയുന്നത്. അതായത് 10 വർഷം മുമ്പേ വരേണ്ടതാണ് ഈ സംവിധാനം. ഇവിടെ 10 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ നമ്മളിപ്പം ഈ 5th ജനറേഷൻ വിമാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 10 വർഷം റഷ്യയുമായിട്ട് നമ്മളൊരു കരാറിന്റെ വക്കുവരെ എത്തുകയും കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്ത് എന്തുകൊണ്ടായിരിക്കാം? അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ആയിരിക്കണമല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി കയറുന്നതിന് തൊട്ട് മുമ്പ്. നരേന്ദ്രമോദി കയറിട്ട് 12 വർഷമേ ആകുന്നുള്ളൂ. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ തുടങ്ങി 2021-ലാണ്. ഇന്ന് നമുക്ക് 5 ഫാക്ടറികളുണ്ട് സെമി കണ്ടക്ടർ ചിപ്പ്. നമ്മളത് വളരുകയാണ്. ഇത് നമുക്ക് വളരെ മുമ്പേ ചെയ്യാമായിരുന്നു. അപ്പൊ ഇതൊക്കെ മുമ്പോട്ട് പോകുന്നു. അമേരിക്ക ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, ഈ ഇന്ത്യ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ അവരുടെ ആയുധം വാങ്ങുകയും എണ്ണ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ഉടനെ പുടിൻ തീർക്കത്തില്ല.
അതാണ് ട്രംപിനെ എന്താണ് ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇന്ത്യ റഷ്യ റിലേഷൻ അത് ഈ വലിയൊരു കച്ചവടമൊന്നും ഇന്ത്യയുടെ അവിടെ നടക്കില്ല എന്നുള്ളത് ട്രംപിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ്, യുദ്ധം തീരില്ല. യുദ്ധം തീരാതെ വന്ന ട്രംപിന്റെ നോബൽ പ്രൈസ് മാത്രമല്ല, ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ വരും. അത് യൂറോപ്പിൽ ഒരു വ്രണമായി നിൽക്കുകയും ചെയ്യും. ഉക്രൈനിൽ നിരന്തരം യുദ്ധം ചെയ്യുന്നത് അത് യൂറോപ്പിന് കാരണം ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാവിധ സഹായവും ഉക്രൈന് നൽകുന്നത് UK-യും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവർക്കിടയിൽ ഇതെന്നും ഒരു വ്രണമായി നിൽക്കും. അതുമാത്രവുമല്ല, ആ മേഖലയാകെ ഒരു അസ്ഥിരപ്പെട്ട അവസ്ഥയിൽ നിൽക്കും. സ്വാഭാവികമാണ്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഡ്രോൺ വാരിയിട്ടുള്ള കളിയല്ലല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ മിസൈലുകൾ, കപ്പൽ തകർക്കുന്നു, അങ്ങനെയൊക്കെ നീണ്ടു പോകുമ്പോൾ അത് ആ മേഖലയിലാകെ പടർത്തുന്ന ഒരു സാമ്പത്തികപരമായും മറ്റു തരത്തിലുമുള്ള അസ്വസ്ഥത അത് യൂറോപ്പിൽ ഒരു പ്രതിഷേധമായി ഉയരുകയും അത് ട്രംപിനെതിരെ തിരിയുകയും ചെയ്യും. അപ്പോൾ ട്രംപിന് ഈ യുദ്ധം തീർക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം, അത് ട്രംപ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ന്യൂഡൽഹി വഴിയെ സമാധാനം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ ഇന്ത്യ ഒന്നുകിൽ എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ അതാണ് അവരിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇനിയിപ്പോൾ അവര് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നു. ചൈനയും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ കൂടുതൽ അടുപ്പം അവർക്ക് നന്നായി അറിയാം. ചൈനയുമായിട്ടൊന്നും നമ്മൾ വലിയ അടുപ്പത്തിലൊന്നും ദീർഘകാലം ഒന്നും പോകാൻ സാധ്യതയില്ല. പക്ഷെ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഭാസത്തിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു പ്രധാന പങ്കാളിയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യയിൽ. കാരണം അവർക്ക് ഇപ്പോൾ കയ്യിലുള്ളത്, ഈ മേഖലയിൽ ഒരു കയ്യിലുള്ള ഒരു പങ്കാളി എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ്. അതിപ്പോൾ തന്നെ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് ട്രംപിന്റെ കുടുംബത്തിന്റെ ചില ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് അത് ബലികഴിക്കുകയായിരുന്നു അമേരിക്കൻ താല്പര്യം എന്ന് ഇപ്പോൾ പലരും പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് അവരുടെ ടീം, ട്രംപിന്റെ ടീം ഇപ്പോൾ പറയുന്നു, റഷ്യ അല്ല ഇന്ത്യയുടെ മികച്ച സുഹൃത്ത്, അമേരിക്ക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അമേരിക്കയുമായിട്ട് ഞങ്ങൾ ഈ താരിഫിന്റെ വിഷയത്തിൽ ചർച്ച നടത്താൻ നീങ്ങും. ചർച്ച നടത്തിയിട്ട് ഈ താരിഫ് വിഷയത്തിൽ ഞങ്ങൾ ചർച്ച നടത്താൻ നീങ്ങും എന്നാണ് പറയുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ വിഷയം ഇതായിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് അമേരിക്ക തന്നെ മുൻകൈ എടുക്കാൻ സാധ്യത കൂടുതലാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയെ പിണക്കി മുമ്പോട്ട് പോകുന്ന അത്ര ബുദ്ധിപരമായ നീക്കമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതായത് ഈ ഇന്ത്യ ഈ റഷ്യയെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം, റഷ്യയുടെ എണ്ണം വാങ്ങുന്നിടത്തോളം കാലം റഷ്യ ഉക്രൈനിൽ അടി നിർത്താനേ പോകുന്നില്ല. കാരണം അവർക്ക് നല്ല പൈസ അവിടെ കിട്ടുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കാലും കൈയും പിടിച്ച് സംഭവം ഒന്ന് ഒതുക്കി തീർക്കണം. അതിനാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ താരിഫ് അടക്കമുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അതിനിടയിൽ ട്രംപ് മറ്റൊരു തള്ളിലൂടെ തള്ളി. ട്രംപ് പറയുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ താരിഫ് എന്നൊരു രീതി ഇന്ത്യ സമ്മതിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ട്രംപ് അതിലെങ്കിലും പിടിച്ച് നേരത്തെ തൂങ്ങുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുമായി ഒരു ചർച്ച നടത്തുക. ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ 1 ലിറ്ററെങ്കിലും കുറച്ച് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റിയാൽ, അല്പം കുറയ്ക്കാൻ, അത് 1 ലിറ്ററെങ്കിലും കുറയ്ക്കാൻ പറ്റിയാൽ ട്രംപ് അതൊരു വലിയ നേട്ടമായിട്ട് ആഘോഷിക്കും. കണ്ടോ, ഞാൻ ചെന്ന് പറഞ്ഞു മോദി എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ കുറച്ച് അളവ് കുറച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഈ മാസം, കഴിഞ്ഞ മെയ് മാസത്തിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ അത് പോയി ഒക്ടോബർ നവംബറിലെങ്കിലും അതിന്റെ ഒരു കരടെങ്കിലും ഒപ്പിടുക. അതായത് വ്യാപാര കരാറിന്റെ കരട്, സമ്പൂർണ്ണ വ്യാപാര കരാറല്ല, കരടെങ്കിലും ഒപ്പിടുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയ ഇന്ത്യ അല്ല, ആദ്യം ചർച്ച നടത്തിയപ്പോൾ ഇന്ത്യ അല്ല ഇപ്പം കളം മാറി. അതുകൊണ്ട് അന്ന് ചില ഡിമാൻഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചെങ്കിൽ ഇന്നിപ്പോൾ അത്ര പോലും അംഗീകരിക്കാൻ സാധ്യതകളില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഒരു കരാറുകൾ, ഒരു കരട് കരാർ, നമ്മൾ മുമ്പ് പലവട്ടം ചർച്ചയെ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ വ്യാപാര ചർച്ച 5ാം റൗണ്ട് നടന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത് സമ്പൂർണ്ണ കരാറിലേക്ക് പോകില്ല, കരട് കരാറേ പോകൂ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത് കരട് കരാറിലേക്ക് വരാനുള്ള സാധ്യതയേ ഉള്ളൂ. സമ്പൂർണ്ണ കരാറിലേക്ക് പോകാൻ സാധ്യത അഥവാ നടന്നാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ പ്രതീക്ഷയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ട്രംപിന്റെ ടീമിന്റെ പ്രതീക്ഷകൾക്കൊപ്പം നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷ, അതിനാണ് സാധ്യതയും കൂടുതൽ. പക്ഷെ ഇന്ത്യ അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം ഇപ്പൊ സംശയമുണ്ട്. കാരണം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ, ട്രംപിന്റെ പേര് പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവും ട്രംപിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. ഈവൻ BJP ബൂത്ത് പ്രസിഡന്റ് പോലും അങ്ങനെ തയ്യാറായിട്ടില്ല. അതൊരു മാന്യതയാണ്. അപ്പം ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾ സമ്പന്നരാകാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ചിലതൊക്കെ ചെയ്യുന്നു. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇതിനു മുമ്പും ഇതിലും പോലതൊക്കെ വന്നിട്ടും നമ്മുടെ രാജ്യത്തേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു GDP-യുടെ ഇപ്പോഴത്തെ വളർച്ച നിങ്ങൾ കണ്ടില്ലേ. അതായത് ഇപ്പോഴത്തെ വളർച്ച എന്ന് പറയുന്നതും താരിഫിന്റെ നീക്കങ്ങൾ നടക്കുന്ന സമയത്തുണ്ടായ വളർച്ച തന്നെയാണ്. അതായത് ഈ കമ്പനികളെ സംബന്ധിച്ച് താരിഫ് ഉടൻ പ്രഖ്യാപിക്കുന്നതാണ് മാധ്യമങ്ങളും ജനങ്ങളും അറിയുന്നത്. താരിഫ് കൂട്ടി എന്ന് അമേരിക്ക പറയുമ്പോഴാണ് നമ്മളും
മാധ്യമങ്ങൾ അറിയുന്നു കൊടുക്കും, ഇത് ഒരെണ്ണം കൂട്ടുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അത് കുറഞ്ഞതൊരു 3-4 മാസം മുമ്പെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമം ആരംഭിക്കും. ഈ നടപടിക്രമം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ എടുക്കുന്ന അമേരിക്കൻ കമ്പനി ഉണ്ടാവുമല്ലോ, ഇപ്പൊ ക്ലോത്ത് ആയാലും മെഡിസിൻ ആയാലും ഒക്കെ. അപ്പൊ അവർക്ക് ഓർഡർ കൊടുക്കണമല്ലോ. അവരപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ ഓർഡർ കൊടുക്കും. അവിടെ നിന്ന് വിളിച്ച് ഇൻഫോം ചെയ്യും, അതെ പുള്ളി പണിയാൻ സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഇത് പൈസ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്പാദനം കുറച്ചു. കാരണം അവർക്ക് നാളെയും വേണ്ടതാണ്. ഈ താരിഫൊക്കെ മാറിക്കഴിഞ്ഞാൽ നാളെ ഈ കമ്പനിയായിട്ട്, ഇപ്പൊ കിറ്റക്സ് ആണെങ്കിൽ കിറ്റക്സുമായിട്ടൊരു ട്രേഡിങ് അവർക്ക് നാളെയും വേണ്ടത്. അപ്പൊ ആ കമ്പനിയുടെ ഇൻഫർമേഷൻ പോകും. അത് തന്നെ സ്വാഭാവികമായി തന്നെ ഉടനടി എടുക്കുന്ന ആക്ഷൻ. അപ്പൊ ആ കമ്പനികളൊക്കെ ഇത് അറിയുകയും ഓഹരി എക്സ്ചേഞ്ചുകളാണ് ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. ആ ഒരു ഷെയർ മാർക്കറ്റ് അടക്കം നേരത്തെ അറിഞ്ഞിരുന്നതാണ്. അപ്പോഴും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറഞ്ഞത്. അതായത് 6.5 പ്രതീക്ഷിച്ചിടത്ത് 7.1 നമ്മൾ എത്തി. അത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ പിന്നെ മുന്നോട്ട് പോകൽ തന്നെയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിസന്ധിയുടെ കാലത്തും നമ്മൾ നോക്കൂ കയറിക്കൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ അതിജീവിക്കുന്ന കാര്യം സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഇവിടെയാണ് അമേരിക്കയുടെ ഒരു വിഭാഗം, ഇപ്പൊ നരേവയുടെ ഭാഷയൊന്നും ഇപ്പം അത്ര മൂർച്ചയുള്ളതൊന്നും അല്ല, ഇപ്പൊ കുറച്ചൊക്കെ മയപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ട്രംപിന്റെ ടീമും ശരിയല്ല, പുള്ളിയെ പോലെ തന്നെയാണ്. പുള്ളി ഒരു വട്ട് കാണിക്കുമ്പോൾ അവർ 2 വട്ട് ഇറക്കുന്നവരെ പോലെയാണ് പെരുമാറുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ ഈ നയതന്ത്ര വിജയത്തിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ലൊരു ടീം ഉണ്ടെന്നുള്ളതാണ്. എസ് ജയശങ്കറെ പോലുള്ള സാമ്പത്തിക വിദേശകാര്യത്തെ പോലുള്ള മിനിസ്റ്ററിയെ പോലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധര് ഈ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പോ ഇന്ത്യയോട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു റിപ്പോർട്ട് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നവർ അല്ല പറയുന്നത്. അവർ പറഞ്ഞ ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. ചർച്ച ചെയ്യും, തയ്യാറാണെന്ന് അവർ പറഞ്ഞില്ല. തയ്യാറാണെന്ന് പറയുമ്പോൾ അവരുടെ ഇൻവിറ്റേഷൻ ആണല്ലോ. അങ്ങനെ ഒരു നവംബറോടുകൂടി 25% താരിഫിലേക്ക് കുറയ്ക്കും, പിഴച്ചുങ്കം ഒഴിവാക്കും എന്നും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിതാണ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇവർ ചർച്ച നടത്തും. ചർച്ച നിർത്തിയിട്ടില്ലെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. വ്യാപാര ചർച്ച നിർത്തിവെച്ചിട്ടില്ല, അത് തുടരുക തന്നെയാണ്. ഇതിനകത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ ചർച്ച നടക്കും. ചർച്ച നടക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ അവിടുന്ന് ഒരു 10 ലിറ്റർ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. നമ്മളത് 9 കുറച്ചാൽ പോലും ട്രംപിന് തടിയൂരാൻ പറ്റും. ട്രംപ് പറയും, കണ്ടില്ലേ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യ അവരുടെ അളവ് കുറച്ചു, ഘട്ടം ഘട്ടമായി ഇനി അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാകും എന്ന് പറഞ്ഞു. ട്രംപ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പറ്റും. പറഞ്ഞതുകൊണ്ട് ഈ താരിഫ് പുള്ളിക്ക് കുറയ്ക്കാൻ കഴിയും. അത് മാത്രവുമല്ല, ഈ റഷ്യയുടെ എണ്ണ വാങ്ങൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സ്ഥിരം ബിസിനസ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അവരുമായിട്ട് നേരത്തെ തന്നെ ഈ ക്രൂഡ് ഓയിലിനകത്ത് വലിയ ബിസിനസ് ഒന്നും ഇല്ലായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം കുറച്ച് റേറ്റ് കുറച്ച് തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവരുടെ എണ്ണ എടുക്കുന്നത്. ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു മാസം മുമ്പ് റഷ്യ എണ്ണ വില കൂട്ടി. നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ത്യയിൽ 6ഓളം എണ്ണ കമ്പനികൾ റഷ്യയുടെ എന്നുള്ള എണ്ണ വാങ്ങൽ കുറച്ചു. അതിനുശേഷം ഈ താരിഫോട് വന്നപ്പോൾ റഷ്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് കൂടാതെ ഒരു 5% കൂടി നമുക്ക് ഡിസ്കൗണ്ട്. അപ്പൊ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് വില കുറച്ച് തന്നാലും, ഇനി നാളെ ഉത്തര കൊറിയ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉത്തര കൊറിയ എന്ന് പേര് പറഞ്ഞില്ല, ഞാൻ പറയാം, അങ്ങനെ വാങ്ങും. അപ്പൊ ഇത് നാളെ ഈ റഷ്യ ഒരുപക്ഷെ ഈ യുദ്ധം തീർന്നാൽ ആ സെക്കൻഡ് തന്നെ റഷ്യയുടെ എണ്ണയുടെ വില കൂട്ടും. സ്വാഭാവികമാണ്. കാരണം യുദ്ധം തീർന്നു കഴിഞ്ഞാൽ റഷ്യയുടെ എണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ അവർ ഡിമാൻഡിനനുസരിച്ച് വില കൂട്ടും. അന്ന് ചിലപ്പോൾ ഇന്ത്യക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വെച്ച് ചിലപ്പോൾ അവർ നാളെ ഈ 5 രൂപ കുറച്ചതെന്നുള്ളത് നാളെ 10 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊരു സാഹചര്യമാണ്. അങ്ങനെ സംഭവിച്ചാലും, അതായത് ട്രംപ് അതിൽ നിന്ന് നേട്ടം കൊയ്യും എന്ന് വെച്ചാൽ പുള്ളിക്ക് ബെഡായി അടിക്കാൻ ഒരു കാര്യമായി. അതായത് വില കൂടുമ്പോൾ നമ്മൾ എടുക്കത്തില്ലല്ലോ. അത് വെച്ചിട്ട് പറയും, ഞങ്ങൾ പറഞ്ഞതിന് പിന്നാലെ അവർ എണ്ണ മേടിക്കൽ കുറച്ചു എന്ന് പറയും. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതാണ് ഇപ്പൊ സംഭവിക്കാൻ പറഞ്ഞത്. അനുഷ് പറഞ്ഞ കാര്യം ഇതാണ്. 25% കുറയ്ക്കാനുള്ള സാധ്യത ആകെ ഇതിൽ മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇന്ത്യ അവർക്ക് കുറച്ച് ഓഫറുകൾ കൊടുത്തിരുന്നു. അതായത് അവരുടെ ചില ഉൽപ്പന്നങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് ഈ കാർഷിക, നമ്മളിവിടെ ചർച്ച ചെയ്തതാണത്, കാർഷിക മേഖലയിലെ ചില ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ചില കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിങ്ങൾക്കൊരു എൻട്രി തരാം എന്ന് പറഞ്ഞിരുന്നു. അതായത് അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റു രാജ്യത്തിൽ നിന്ന് ആ ഒരു കൺസെഷൻ നിങ്ങൾക്കും തരാം, ഒരു എൻട്രി തരാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതൊക്കെ വെച്ചിട്ട് ഒരു കരട് തട്ടിക്കൂട്ടാമെങ്കിൽ പോലും ട്രംപിന് ഇപ്പോഴത്തെ ഉള്ള അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു ഇമേജ് അമേരിക്ക സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അമേരിക്കയിലുള്ള ബിസിനസ്സുകാർക്ക് ഉൾപ്പെടെ അതൊരു ഉത്തേജനവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ട്രംപ് നടത്തും. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ. കാരണം മുമ്പ് അവരുടെ ഭരണാധികാരികളൊക്കെ പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ട്രംപ് അങ്ങനെയല്ല.
അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം പറയാം. പക്ഷെ അതിനിപ്പോ ഇന്ത്യ അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കാത്തിരിക്കണം. കാരണം ഇപ്പോൾ ഈ ബോൾ ഇന്ത്യയുടെ കയ്യിലാണ്. അത് അടിക്കണോ വേണ്ടയോ അതോ കളി തന്നെ അവസാനിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ട്രംപിന് തീരുമാനിക്കാമായിരുന്നു എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ ആ കളം മാറിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ടോണും മാറിയിരിക്കുന്നത്. പഴയ ഭീഷണിയില്ല. പകരം ഒരു സൈഡിൽ കുറെ ഭീഷണികൾ വരുന്നുണ്ടെങ്കിൽ പോലും മറു സൈഡിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിലേക്ക്, ഒരു സമാധാനത്തിന്റെ ഒരു തലത്തിലേക്ക് അത് നീങ്ങുന്നുണ്ട്. ഇന്നലെ ധനുഷ് എന്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു നമ്മുടെ പരിപാടി പറഞ്ഞതെന്ന് എനിക്കറിയില്ല, മോദി ഒരുപാട് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തു എന്നുള്ളത്. അത് ഇന്ന് അമേരിക്കൻ ചില മീഡിയാസ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ മീഡിയാസ് പറഞ്ഞു ഇതൊരു ഒരു പ്രഹസനമാണ്, ഒരു അഭിനയമാണ്. അതവരെ ശരിക്കും ഇത് ചെയ്തിട്ടുണ്ട്. കാരണം അനവധി ഫോട്ടോകളാണ് മോദി അപ്ലോഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ. സാധാരണ അദ്ദേഹം ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല. ഒരുപാട് പുട്ടിനുമായിട്ടുള്ള ഒരു സംഭവം. കഴിഞ്ഞ ദിവസം ഒരുപാട് ഫോട്ടോ, ഇപ്പം നമ്മൾ ഈ ബ്രേക്കപ്പ് ആകുമ്പോണ്ടല്ലോ, കാമുകനും കാമുകിയും ബ്രേക്കപ്പ് ആകുമ്പോൾ ഇരുവരും വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇടും. അതായത് കാമുകൻ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത്, കാമുകി ഭക്ഷണം കഴിക്കുന്നത്. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. കണ്ട, ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് കണ്ടപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ മോദി. അത് ഭയങ്കര ട്രോൾ ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര ട്രോൾ എന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ, അമേരിക്കൻ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ തന്നെ, ഉദാഹരണം നരേന്ദ്രമോദിയും പുടിനും കൂടെ കാറിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ, ആ ഒരു ഫോട്ടോ കളിച്ച് ചിരിച്ചിരിക്കുന്നു. ഇനി പുടിനും ട്രംപും കാറിനകത്തിരിക്കുന്ന ഫോട്ടോ, പുടിനാണെങ്കിൽ മൂക്കിങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുന്നു കാറിനകത്ത് ട്രംപിന്റെ കൂടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ, അതൊക്കെ ഭയങ്കര ട്വിറ്ററിൽ ഭയങ്കര ട്രെൻഡിങ് ആവുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ. അല്ല, ഈ കാറിൽ പോയത് ഈ അലാസ്കയില് പിന്നെ ലിമോസ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ കാറിനകത്താണല്ലോ മറ്റേ ട്രംപും പുടിനും കൂടെ പോയത്. കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. പക്ഷെ അതിന്റെ ആ ഒരു നയതന്ത്രം അന്ന് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടാണ് കൊടുത്തത്. അതായത് നയതന്ത്രത്തിന് മുമ്പ് ഭയങ്കര മഞ്ഞുരുകൾ നടന്നിരിക്കുന്നു, ഭയങ്കര ഗുലാൻ നടന്നിരിക്കുന്നു. പക്ഷെ അത് വളരെ കുറച്ച് സമയമാണെങ്കിൽ ഇന്നലെ ഏതാണ്ട് 3/4 മണിക്കൂറുകളാണ് കാറിൽ ഇരുന്ന് ഇരുവരും സംസാരിച്ചതും. ഇങ്ങനെ അതിനകത്ത് കണ്ട് എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് താഴെ കണ്ടായിരുന്നു അമേരിക്കയെ വെച്ച്. അപ്പം അതിനകത്ത് വലുതായിട്ട് സംസാരിച്ചൊന്നും നമ്മൾ, ഇത് വളരെ നിർണായകമാണ്. കാരണം 45 മിനിറ്റ്സ് രണ്ട് ഭരണാധികാരികൾ ഒരു കാറിൽ അകത്ത് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ പ്രാധാന്യമുള്ള പല കാര്യങ്ങളെ കുറിച്ചാണ് അത് ചർച്ച നടന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ഉഭയകക്ഷി ചർച്ചകളിലെ ഒരു ഭാഗം മാത്രമാണ് എപ്പോഴും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത്. നമ്മൾ കാണുന്നു രണ്ടു കൂട്ടരെ ഇരിക്കുന്നു, അവര്, അതായത് അത് എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ് ആ സാധനം. ഇപ്പൊ രണ്ട് ലീഡേഴ്സ് ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് അവരിത് പറയുന്നത്. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് കുറെ ഡീലിങ്സ് ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റത്തില്ലോ ഞങ്ങള് പിന്നെ ട്രംപിന് പണി കൊടുക്കാൻ പോവാണെന്ന് ചർച്ചയ്ക്കിടയ്ക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് ആരിഫ് വിഷയം ചർച്ച ചെയ്യില്ല. അതിനൊരു മറ്റൊരു തലത്തിലായിരിക്കും, ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലായിരിക്കും അത് തീരുമാനമെടുക്കുക. അപ്പൊ നമ്മൾ കാണുന്ന അതിന്റെ ഒരു സൈഡ് മാത്രമാണ്. ഇന്നലെ നടന്നതും അത്തരത്തിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച തന്നെയാണ് നടന്നത്.